നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അത് ആ തേർഡ് പാർട്ടി നിങ്ങൾക്കൊരു ഭീഷണിയാകുമോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ നിങ്ങൾ ആ തേർഡ് പാർട്ടിയെ പേടിക്കേണ്ട കാര്യമുണ്ടോ, അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് സീരിയസ് ആണോ, അതോ ഇതൊരു വെറുതെ തമാശയ്ക്കുള്ള റിലേഷൻഷിപ്പാണോ? ഇപ്പോൾ ഇഷ്ടംപോലെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്നുണ്ട്. മിക്കവരും ഒരു ടൈം പാസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു റിലീഫിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുക. അല്ലാണ്ട് കറണ്ട് പാർട്ട്ണർ ഉപേക്ഷിക്കണമെന്നോ കുട്ടികൾ ഉപേക്ഷിക്കണമെന്നോ ആർക്കും ആഗ്രഹമില്ല കേട്ടോ. അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്നിട്ടാണ് മിക്കവരും തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോകുന്നത്. ചിലർ മാത്രമേ ഭയങ്കരമായിട്ട് ഉഴപ്പുന്നുള്ളൂ. ചിലരൊരു സമാധാനത്തിനും ഒരു ടൈം പാസിനും വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ വെക്കുക. അപ്പം മിക്കവാറും രണ്ടും വിവാഹം കഴിച്ച ആളുകൾ തമ്മിലുള്ളതായിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ. മനസ്സിലാണോ? അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകും. ഞാൻ ആദ്യം കളേഴ്സ് എടുത്തേക്കുന്നത് ബ്ലൂ, റെഡ്, ഗ്രീൻ. ഈ 3 കളേഴ്സാണ്. ഗ്രീൻ, റെഡ്, ബ്ലൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ എല്ലാവർക്കും റെസൊനേറ്റ് ചെയ്യില്ല, ജനറൽ റീഡിംഗ് ആണ്. പേഴ്സണൽ റീഡിംഗ് വേണമെന്നുള്ളവർ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കോൺടാക്ട് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് സിംഗിൾ ക്വസ്റ്റ്യൻ റീഡിംഗും ഉണ്ട്, പിന്നെ പാക്കേജ് റീഡിങ്സും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നോക്കുകയെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി, പിന്നെ എന്താണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ശരിക്കുള്ള സ്വഭാവം, പിന്നെ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്, പിന്നെ എന്താണ് നടക്കാൻ പോകുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ് ഞാൻ പോകുന്നത്. നമുക്ക് ആദ്യം ഒരു ഓറക്കിൾ മെസ്സേജ് എടുത്ത് നോക്കാം കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി ഈ സിറ്റുവേഷന് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ഭൈരവ്. അപ്പോൾ പേടി, നിങ്ങൾക്ക് ഭയങ്കര ഭയമായിരിക്കാം. മനസ്സിലായി? ഓരോ ദിവസവും നിങ്ങൾ ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ദൈവമാണ് എല്ലാ പ്രാർത്ഥനകൾക്കും. നമ്മളുടെ പ്രാർത്ഥനകൾ ഒരിക്കലും വ്യർത്ഥമല്ല. നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്ന കാര്യം ഇപ്പോൾ നടക്കുന്നില്ലെങ്കിൽ അത് ഫ്യൂച്ചറിൽ നടക്കും. ഇതിനെല്ലാത്തിനും കണക്കുണ്ട് എന്നാണ് പറയുന്നത്. നമ്മളുടെ ചാക്കോ മാഷ് പറഞ്ഞില്ലേ, ഭൂമിയുടെ സ്പന്ദനം മാത്തമാറ്റിക്സിലാണെന്ന് പറയും. കറക്റ്റാണ്. നമ്മൾ കണ്ണ് ചിമ്മുന്നത്, നമ്മളുടെ ഹാർട്ട് ബീറ്റ്, നമ്മൾ ജനിക്കുന്നത് തുടങ്ങി മരിക്കുന്നത് വരെ ഉള്ള ഓരോന്നിനും കണക്കുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ കണക്കുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് കണക്കുണ്ട്, നന്മയ്ക്ക് കണക്കുണ്ട്, തിന്മയ്ക്ക് കണക്കുണ്ട്, തെറ്റുകൾക്ക്, ശരികൾക്ക്. പിന്നെ നമ്മളെ കണ്ണ് ചിമ്മുന്നതിന്, ഹാർട്ട് ബീറ്റിന്, ശ്വാസം എടുക്കുന്നതിന്, എല്ലാത്തിനും കണക്കുണ്ട്. കണക്കിലാണ് ഭൂമിയും നമ്മളുടെ ജീവിതം പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം ജീവനാണ്. ചെടികളാണെങ്കിലും പഴങ്ങളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും മൃഗങ്ങളാണെങ്കിലും പക്ഷികൾ, നമ്മൾ കഴിക്കുന്ന എല്ലാത്തിനും ജീവനുള്ളതാണ്. അപ്പോൾ അവർ നമ്മളുടെ ഭക്ഷണം ആകാൻ വേണ്ടിയിട്ടാണ് ജീവൻ വെടിയുന്നത്. മനസ്സിലായോ? അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ് നമുക്ക് അവർക്ക് കൊടുക്കണം. നമ്മൾ അവരെ ഭക്ഷിച്ചിട്ട് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നാണ് പറയുന്നത്. കാരണം വല്ലവരുടെ എനർജി നമ്മളെടുത്തിട്ട് നമ്മൾ ചീത്ത കാര്യങ്ങൾ ചെയ്യുന്നത് ശരിയാണോ? അല്ലേ? നമ്മൾ മറ്റൊരാളുടെ അടുത്ത് നിന്ന് അവരുടെ ജീവൻ എടുക്കുമ്പോൾ, അവരുടെ മാംസം കഴിക്കുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഫലവും എന്ത് സാധനമാണ് നമ്മൾ കഴിക്കുന്നത്, അതിന് നമ്മൾക്ക് അവരോട് കടപ്പാടുണ്ട്. അപ്പം നമ്മൾ നന്മ ചെയ്യണം എന്നാണ് പറയുന്നത്. അത് ഇസ്ലാമിൽ പറയുന്നുണ്ട് അതിന്. കാരണം ഓരോ ഭക്ഷണം നമ്മൾ കഴിക്കുന്നത് അതെല്ലാം അന്ത്യനാളുകളിൽ കണക്ക് പറയുന്നതാണ് പറയുന്നത്. അപ്പോൾ എല്ലാത്തിനും കണക്കുണ്ടെന്ന് എപ്പോഴും നമ്മൾ ഓർക്കുക. അതുപോലെ നമ്മൾ കണ്ണടച്ചൊന്നും ഇരുട്ടാക്കാൻ പറ്റുന്നില്ല, എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ഭയമുണ്ട്. മനസ്സിലായി? നമ്മളുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ചില സമയത്ത് നമ്മൾ പ്രാർത്ഥിച്ചാലേ കാര്യം നടക്കുകയുള്ളൂ. അപ്പോൾ പ്രാർത്ഥിക്കുക, നല്ലത് വരാൻ പ്രാർത്ഥിക്കുക. എല്ലാത്തിൻ്റെയും അവസാനം കുറേ കഷ്ടപ്പാടുകൾ ഉണ്ടാവാം, അത് കഴിഞ്ഞ് അവസാനം നല്ലത് വരണേ എന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ അതാണ് പറയുന്നത്. ദൈവത്തിനോട് പ്രാർത്ഥിച്ച് ഇപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള ഭയമെല്ലാം അകറ്റുക എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ നോക്കാൻ പോകുന്നത് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണെന്നാണ്.
തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? കുറേ കാര്യങ്ങൾ ദൈവം നമ്മളുടെ കണ്ണിൽ കാണിക്കാറില്ല. അത് ചിലപ്പോൾ അത് കടന്നു പൊക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ ചിലരത് ചൂഴ്ന്നെടുക്കും. അപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്. മനസ്സിലായി? ഇത് ചില കാര്യങ്ങൾ അത് വന്നു പോകുമായിരിക്കും. നമ്മളറിയാതെ എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോകുന്നുണ്ട്. നമ്മളതൊന്നും അറിയാറില്ല. ദൈവം അതൊന്നും നമ്മളെ കണ്ണിൽ പെടുത്താതെ അതങ്ങ് തട്ടിമാറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ പല കാര്യങ്ങളും പോകും. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ തേടിപ്പിടിക്കും. പ്രശ്നങ്ങളെ തേടി ചെല്ലുന്ന ആളുകളുണ്ട്. അങ്ങനത്തെ ഒരാളാണോ നിങ്ങൾ? അതുകൊണ്ടാണ് ഭയം. അപ്പോൾ നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ് നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി. ഭയങ്കര അംബീഷ്യസ് ആണ്. പിന്നെ എന്താ പറയുക, ഇതൊരു വയലൻ്റ് അല്ലെങ്കിൽ ഒരു ഇങ്ങനെ ആളി കത്തിയിട്ട് പെട്ടെന്ന് കെട്ടുപോകുന്ന ഒരു സിറ്റുവേഷനാണ് ഇവർ തമ്മിൽ. അല്ലാതെ ഇവർ തമ്മിൽ ഫ്യൂച്ചറൊന്നും പ്ലാനിങ് ഇല്ല കേട്ടോ. അപ്പോൾ രണ്ടുപേരും ഒരേ സ്വഭാവക്കാരാണ്. അല്ലെങ്കിൽ ഒരാൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവമാണെങ്കിൽ ആ പേഴ്സണ് ഇവിടെ ആളിക്കത്തി കെടുന്ന ഒരു സിറ്റുവേഷനാണ്. ഇപ്പോൾ അത് വെറും ഒരു ഇമ്പൾസീവ് ആക്ഷനാണ്. എന്ന് വെച്ചാൽ എടുത്തു ചാടിയ ഒരു ആക്ഷനാണ്, അല്ലാതെ ഫ്യൂച്ചർ പ്ലാനിങ്ങുള്ള ഒരു ആക്ഷൻ അല്ല. ഇമ്മച്യൂർഡ് എനർജിയാണ്. പിന്നെ ഹൈ പ്രീസ്റ്റസ് ആണ്. അപ്പോൾ ഇവിടെ ചിലപ്പോൾ ആഭിചാരക്രിയയൊക്കെ നടന്നിട്ടുണ്ടാവാം. ഇവർ പിടിച്ചെടുത്തതാവാം നിങ്ങളുടെ പേഴ്സൺ ശുദ്ധഗതിയായതുകൊണ്ട് ഇതിനകത്തേക്ക് ചെന്ന് കയറിയതായിരിക്കാം. പക്ഷെ ഒരു രസത്തിനാണ് നിങ്ങളുടെ പേഴ്സൺ ഇതിലേക്ക് പോയിരിക്കുന്നത്. ഇവരെ ഈ പേഴ്സണെ മുറുക്കെ പിടിക്കാൻ നോക്കുന്നുണ്ട്. ഇവരെ ആഭിചാരം ചെയ്തിട്ട് നിങ്ങളുടെ പേഴ്സണെ പിടിച്ചു വെക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ശുദ്ധഗതിക്കാരനാണ്. ഇതൊന്നും അറിയുന്നില്ല. ഈ പേഴ്സണിൻ്റെ ഉദ്ദേശം വെറുതെ ഒരു തമാശയാണ്, അല്ലാതെ ഇവിടെ ഒരു സെറ്റിൽ ചെയ്യാനൊന്നും പ്ലാൻ ഇല്ല എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം എന്താണ്? ശരിക്കുള്ള സ്വഭാവം എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്? ആവശ്യം മറന്നിട്ടുണ്ട്. കാർഡ് പറഞ്ഞിട്ട് അതിനെക്കുറിച്ചൊരു നോക്കട്ടെ കേട്ടോ. രണ്ട് കാർഡ്സ് ആണ് പറഞ്ഞത്. ഒന്ന് പേജ് ഓഫ് സ്വേർഡ്സ് ആണ്, ഒന്ന് ഹാങ്ഡ് മാൻ റിവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ പേഴ്സൺ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിനും കുറിച്ചും അറിയണം. അഡ്വെഞ്ചർ ഇഷ്ടമാണ്. അപ്പോൾ പുതിയൊരു കാര്യം, ചിലർ പൂച്ചകൾ എങ്ങനെയാണ്, പൂച്ചകളൊരു സഞ്ചിയിൽ നമ്മൾ എന്തെങ്കിലും മൂടി വെച്ച് കഴിഞ്ഞാൽ തുറന്ന് നോക്കണം. ചില പൂച്ചകൾ അതിൽ നിന്ന് പണി കിട്ടി ചത്തുപോകാറുണ്ട്, ചിലർ രക്ഷപ്പെട്ടു പോകും. അപ്പോൾ പൂച്ചകൾക്ക് ക്യൂരിയോസിറ്റി കൂടുതലാണ്. ക്യൂരിയോസിറ്റി കിൽസ് ദ കാറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ചില കാര്യങ്ങളിൽ ക്യൂരിയോസിറ്റി നല്ലതല്ല, അതിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാം. പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര ക്യൂറിയസ് ആണ്. എല്ലാ കാര്യവും അറിയണം, ഇങ്ങോട്ട് വന്നാലും ഞാൻ വിടില്ല, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരാളാണ്. അപ്പോൾ എല്ലാ കാര്യത്തിലും ഒരു ക്യൂരിയോസിറ്റി ഉള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. എല്ലാ കാര്യവും അറിയണമെന്ന് ആഗ്രഹമുള്ളൊരു പേഴ്സൺ. പക്ഷേ പേഴ്സൻ്റെ പ്രത്യേകത വെച്ചാൽ അതിനകത്ത് കയറി സ്റ്റക്കാവില്ല. പേഴ്സൺ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പെട്ടെന്ന് ബോറടിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു കാര്യം അറിയണമെന്ന് വെച്ചാൽ അവിടെ ചെന്ന് കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവിടെ അറിയാനൊന്നുമില്ല പുതിയതായിട്ട്. അപ്പോൾ എന്ത് ചെയ്യും, അത് ഉപേക്ഷിച്ചിട്ട് വേറെ ഇതിലേക്ക് പോകുന്ന ടൈപ്പാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതുപോലെ ഈ സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം ജനറലി അങ്ങനെയാണ്. പേഴ്സൺ അങ്ങനെ ഒന്നും സാക്രിഫൈസ് ചെയ്യാൻ റെഡിയല്ല. മനസ്സിലായോ? ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യണം. ഇത്തിരി സ്വാർത്ഥതയുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഇതിനെ ക്ലാരിഫൈ ചെയ്യുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഒരു ടൈം പാസ് ആണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അതുപോലെ ഓപ്ഷൻസ് ഇഷ്ടംപോലെ ഉള്ളതുകൊണ്ട് അതൊക്കെ യൂസ് ചെയ്യും. പക്ഷേ അപ്പോൾ ഇതൊരു തേർഡ് പാർട്ടി മാത്രമല്ല, പല തേർഡ് പാർട്ടികൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലുണ്ട്. പക്ഷേ ആരോട് സീരിയസ് അല്ല നിങ്ങളുടെ പേഴ്സൺ, വെറുതെ ഒരു തമാശയാണ്. പക്ഷേ ഇപ്പോൾ ചെന്ന് കയറിയേക്കുന്നത് കുറച്ച് കൂടിയ കാര്യമാണ്. ഇത് നിങ്ങളുടെ പേഴ്സണേക്കാളും ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, കുട്ടികളൊക്കെ ഉള്ള ഒരു ക്യാരക്ടറാണ്. അപ്പോൾ ഇതൊരു കാർമിക് സിറ്റുവേഷനാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇതിനകത്ത് ചെന്ന് പറ്റുള്ളൂ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ സ്വഭാവം. പേഴ്സണിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഭയങ്കര കോൺഫിഡൻ്റ് ആണ്, എല്ലാവരോടും ഫ്ലേർട്ട് ചെയ്യുന്ന ടൈപ്പാണ്, എല്ലാവരെയും പ്ലീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. എല്ലാ കാര്യത്തിലും ഞാൻ മുമ്പിൽ, എന്നെ എല്ലാവരും ശ്രദ്ധിക്കണം, ഒരു അറ്റൻഷൻ സീക്കറാണ് നിങ്ങളുടെ പേഴ്സൺ. പിന്നെ പക്ഷേ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഒരു കർമ്മത്തിൽ വിശ്വാസമുള്ള ആളാണ്, ശാപത്തിലും പ്രാക്കുകളിലെല്ലാം വിശ്വാസമുള്ള ആളായതുകൊണ്ട് തന്നെ ഇതിൽ നിന്നൊക്കെ സൂക്ഷിച്ച് ഇടപെടുള്ളൂ. കുറച്ച് ദൈവഭയമൊക്കെ ഉള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അങ്ങനത്തെ ഒരാളാണ്. പക്ഷെ ഓപ്ഷൻസ് ഇഷ്ടം പോലെ ഉണ്ട്. കാരണം ഈ പേഴ്സൻ്റെ സ്വഭാവം അങ്ങനെയാണ്.
കാണാൻ മോശമില്ലാത്ത, നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്ന, നന്നായിട്ട് സംസാരിക്കാനുള്ള ഇഷ്ടംപോലെ പണമുള്ള ഒരാളാണ്, സ്ത്രീ ആയാലും പുരുഷനായാലും. അപ്പോൾ എല്ലാവരും ഇവരോട് അട്രാക്റ്റഡ് ആവും. അപ്പോൾ ഇവരുടെ ലൈഫിൽ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ വരും. അപ്പോൾ അതിനകത്ത് ഈ പേഴ്സൺ ചില സമയത്ത് ഫ്ലർട്ട് ചെയ്യും, ചില സമയത്ത് വേണ്ടാന്ന് വെക്കും. പക്ഷെ എന്നാലും ദൈവഭയം ഉണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ മനസ്സിനെ വേദനിപ്പിക്കാൻ പാടില്ല, ചതിക്കാൻ പാടില്ല എന്നൊക്കെ ഒരു ചിന്തയുള്ള ആളാണ് നിങ്ങളുടെ പേഴ്സൺ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോട്, ഇപ്പോഴത്തെ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ്? നിങ്ങളുടെ പേഴ്സണിൻ്റെ തേർഡ് പാർട്ടിയോടുള്ള നിങ്ങളുടെ പേഴ്സണിൻ്റെ ഉദ്ദേശം എന്താണ്? ഇത്രയും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല. പ്ലീസ്. ഓക്കെ, ഇത് സാറ്റിസ്ഫാക്ഷൻ ആണ്, ഒരു വിക്ടറി വേണം, പിന്നെ ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പോൾ പണം ഉള്ളതുകൊണ്ട് എനിക്ക് എന്തും ചെയ്യാം എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നാലും അത് ദുരുപയോഗം ചെയ്യാനുള്ള ആഗ്രഹമില്ലാത്ത ഒരാളാണെന്ന് കണ്ടത്. പക്ഷെ ഈ തേർഡ് പാർട്ടിയോട് ഒരു പ്രത്യേക ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ പലതരം, നമ്മളുടെ പേഴ്സൺ, നമ്മൾ വിവാഹം കഴിക്കുന്ന ആൾ ഇങ്ങനെയായിരിക്കണം, അങ്ങനെയായിരിക്കണം എന്നൊക്കെ ഒരു ചിന്തയുണ്ടാവും. ചിലർക്ക് റൊമാൻറ്റിക് ആയിരിക്കണം, ചിലർക്ക് ഇഷ്ടംപോലെ പണം വേണം, ചിലർക്ക് എനിക്ക് ഇഷ്ടംപോലെ ഗിഫ്റ്റ് തരുന്ന ആളായിരിക്കണം. ഇങ്ങനെയൊക്കെ പലതരം ചിന്തകളാണ് നമ്മളുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലുള്ള പോലത്തെ ഒരാളെയാണ് നിങ്ങളുടെ പേഴ്സൺ കണ്ടുമുട്ടിയേക്കുന്നത് തേർഡ് പാർട്ടി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഇഷ്ടം, ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഒരാളാണല്ലോ വന്നിരിക്കുന്നത് എന്നൊരു സന്തോഷം നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. ഈ തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ ഇവിടെ ഒരു വിക്ടറി ആഗ്രഹിക്കുന്നുണ്ട്. 4 പേര് അറിയുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ ഇതൊരു പബ്ലിക് ഫിഗർ ആയിരിക്കാം ഈ തേർഡ് പാർട്ടി. എന്ന് വെച്ചാൽ ഒരു നടിയോ നടനോ എന്തോ, ആ 4 പേര് അറിയുന്ന ഒരാളാണ്. അപ്പോൾ 4 പേര് അറിയുന്ന ഒരാളാണ് നമ്മളുമായിട്ട് റിലേഷൻഷിപ്പ് ഉള്ള എന്ന് പറയുമ്പോൾ കുറച്ച് ഗമയല്ല, അത് എൻജോയ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അവരുടെ ഫ്രണ്ട്സിൻ്റെ മുമ്പിൽ വലിയ ആളാവാൻ വേണ്ടിയിട്ടായിരിക്കാം, മനസ്സിലായി, ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ ഈ നിങ്ങളുടെ പേഴ്സൺ ഇഷ്ടംപോലെ പണമുണ്ട്. അപ്പോൾ എന്നാലും പേഴ്സൺ അറിയാം ആ പേഴ്സൻ്റെ ലിമിറ്റ് എന്താണെന്നറിയാം. അപ്പം അതിന് മുകളിൽ നിന്നിട്ടാണ് ഈ പേഴ്സൺ തേർഡ് പാർട്ടിയോട് പോലും ഓരോ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അങ്ങനെ പൈസ ലാവിഷ്, ഹാർഡ് വർക്ക് ചെയ്തുണ്ടാക്കുന്ന പൈസ തേർഡ് പാർട്ടിയുടെ മുകളിൽ ചിലവാക്കാനൊന്നും ഈ പേഴ്സൺ ഇഷ്ടമല്ല. ചിലപ്പോൾ മെസ്സേജിങ്ങും ഫോൺ വിളിയും അങ്ങനെയൊക്കെ ഉണ്ടാവുള്ളായിരിക്കും, മനസ്സിലായോ? അപ്പോൾ ഇവർ തമ്മിൽ ബഹളമാണ്, ഒരു കോമ്പറ്റീഷൻ ഉണ്ട് ഇതിനിടയിൽ. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയുടെ ലൈഫിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ അതിൽ മുമ്പിൽ നിൽക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം. പലർക്കും ഇൻട്രസ്റ്റ് ഉണ്ട് തേർഡ് പാർട്ടിയിൽ. അപ്പോൾ അതിൽ മുമ്പിൽ നിൽക്കണം എന്നാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ആഗ്രഹം. അതൊരു വിലയായ പോലെ, ഒരു വലിയ ഗമ പോലെയാണ് നിങ്ങളുടെ പേഴ്സണ്. ഈ പേഴ്സൺ പക്ഷേ ഒരു കാര്യവും അങ്ങോട്ട് വിട്ടു പറയുകയോ ഒരു കാര്യം ആ പേഴ്സൻ്റെ വഴി വിട്ട് ഒരു കാര്യം തേർഡ് പാർട്ടിക്ക് വേണ്ടി ചെയ്യില്ല കേട്ടോ. അതുപോലെ തേർഡ് പാർട്ടി ആയിട്ടുള്ള കാര്യം വളരെ സീക്രട്ടീവായിട്ടാണ് ഈ പേഴ്സൺ വെക്കുന്നത്. കാരണം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് നിങ്ങളുടെ പേഴ്സൺ അറിയാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു സംശയമായിരിക്കും, നിങ്ങളോട് പേഴ്സൺ സമ്മതിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ചോദിച്ചാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവില്ല, നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു ചോദ്യം ചെയ്യലിലേക്ക് പോയിട്ടുണ്ടാവില്ല. നിങ്ങൾ ഇതിനെ ചോദ്യം ചെയ്താൽ തന്നെ ഈ പേഴ്സൺ നുണയേ പറയുള്ളൂ, സത്യം പറയില്ല. ഈ ഫാദർ ഓഫ് പെന്റക്കിൾസിനെ എവിടെ വന്നിരിക്കുന്നത്? ഏസ് ഓഫ് പെന്റക്കിൾസ്. ഈ പേഴ്സൺ തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അത് വിവാഹ ഓഫറല്ല, മാരേജിനെ കുറിച്ചുള്ളൊരു ഓഫറല്ല ഇത്. അത് കഴിഞ്ഞാൽ ഈ പേഴ്സൺ ഇത് നിർത്തും, എൻഡാണ്. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല കേട്ടോ. തേർഡ് പാർട്ടിയോടുള്ള സിറ്റുവേഷൻ കുറച്ച് നാളത്തേക്ക് മാത്രമേ ഉള്ളൂ. 4 പേരൊന്നും അറിയണം. അത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഈ റിലേഷൻഷിപ്പ് വിട്ടിട്ട് നിങ്ങളുടെ പേഴ്സൺ മുമ്പോട്ട് പോകും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണ് തേർഡ് പാർട്ടി ആയിട്ടൊരു ലൈഫ് സെറ്റിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമൊന്നുമില്ല, മനസ്സിലായോ? അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നില്ല. ഈ പേഴ്സണ് ജോലിയാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ജോലി സംബന്ധമായി ഇപ്പോൾ ചിലപ്പോൾ ഒരു പ്രൊഡക്ഷൻ കൺട്രോളറോ അല്ലെങ്കിൽ ഒരു മോഡലിംഗ് ആൾക്കാരെ കൊടുക്കുന്ന ആളോ അല്ലെങ്കിൽ ഒരു നടന്മാരെയും നടിമാരെയും ആ സിനിമയിലേക്ക് ഏജൻ്റ് ആണെങ്കിൽ തന്നെ, അപ്പോൾ ഈ പേഴ്സൻ്റെ ജോലിയെ സംബന്ധിച്ചിട്ടുള്ള ഒരു അട്രാക്ഷനാണ് തേർഡ് പാർട്ടിയോട്. ജോലിയെ സംബന്ധിച്ചിട്ടാണ് ഈ തേർഡ് പാർട്ടികൾ, സിനിമാ നടന്മാരും സിനിമാ നടികൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലേക്ക് വരിക. അതൊരു വരുമാന മാർഗമാണ് നിങ്ങളുടെ പേഴ്സണ്. അപ്പോൾ അത് സംബന്ധിച്ചാണ് ഇവരായിട്ടുള്ള കോണ്ടാക്റ്റും. അപ്പോൾ ഇവർക്ക് ഓഫർ കൊടുക്കുന്നത് ഇവർ ഭയങ്കര ഫേമസ് ആയതുകൊണ്ടാണ്. ഇവരോട് സ്നേഹമൊന്നും കാണിക്കുന്നില്ല, ഇവിടെ ലവ് ഒന്നുമില്ല. ഇവരോടുള്ളത് പണത്തിൻ്റെ ഒരു ഇടപാടാണ്. എന്ന് വെച്ചാൽ ഇവരെ വേറെ ഏജൻസിയുടെ കൂടെ ആയിരിക്കും ഇവർ. അപ്പോൾ നിങ്ങളുടെ ഏജൻസിയിലേക്ക് ഈ പേഴ്സൻ്റെ ഏജൻസിയിലേക്ക് വന്നാൽ കൂടുതൽ പൈസ ഒരു ഏജൻ്റ് എന്ന നിലയ്ക്ക് നിങ്ങളുടെ പേഴ്സണ് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് തേർഡ് പാർട്ടിയോടുള്ള കണക്ഷൻ. നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം. അപ്പോൾ ഇവിടെ പേഴ്സണ് ഫ്യൂച്ചർ ഒന്നും പ്ലാനില്ല. ഇവിടെ എന്താ നടക്കാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഇത് നിർത്തും.
തേർഡ് പാർട്ടിയോടുള്ള കോൺടാക്റ്റ് ഇവിടെ ഏജൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ സിനിമ മീൻസ് എവിടെയാണ് എത്തിക്കേണ്ടത്, ഏത് നാടകത്തിനാണോ സിനിമയിലാണോ സീരിയലിലാണോ എത്തിക്കേണ്ടത്, അങ്ങനെയുള്ളതിൽ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവർ തമ്മിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പോ അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യലോ ഒന്നുമില്ല. അപ്പോൾ എന്താണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശം? പേഴ്സൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു മൂവ്മെൻറ്റ്. പേഴ്സൻ്റെ ഇപ്പോൾ ചിലപ്പോൾ ബിസിനസ്സൊക്കെ ഡള്ളായിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ ബിസിനസ്സിനെ സഹായിക്കുന്ന ഒരാളാണ് ഈ തേർഡ് പാർട്ടി, ഈ വന്നേക്കുന്ന തേർഡ് പാർട്ടി എന്ന് വെച്ചാൽ ഏജൻ്റ് ആണെങ്കിൽ ഈ തേർഡ് പാർട്ടി കുറച്ച് ഫേമസ് ആയ ആളാകുമ്പോഴത്തേക്കും അത് ഈ ഏജൻറ്റ് ഏത് ഏജൻസി വഴിയാണ് പോകുന്നത് ആ ഏജൻസിക്ക് നല്ല പ്രോഫിറ്റ് ആയിരിക്കുമല്ലോ. ആ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൺ. അല്ലാതെ തേർഡ് പാർട്ടിയോട് റിലേഷൻഷിപ്പ് വെക്കണമോ എന്നോ ഒന്നും നിങ്ങളുടെ പേഴ്സണ് ഉദ്ദേശമില്ല. ഇതൊരു പ്യോർലി ഒരു ബിസിനസ് ഡീലാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ വർക്ക് സംബന്ധമായിട്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ഏജൻസിയിൽ കുറേ നാൾ നിൽക്കണം, ഇത്രയേ ഉള്ളൂ ഉദ്ദേശം. അല്ലാതെ ഇതിനപ്പുറത്തേക്ക് ഇവർക്ക് തമ്മിൽ ഉദ്ദേശമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാണ് ടോറസ് വെർഗോ കാപ്രിക്കോൺ, ക്യാൻസർ, Aries Leo Sagittarius, Taurus Virgo Capricorn, Taurus Virgo Capricorn, Scorpio, Taurus Virgo Capricorn, Scorpio, Taurus Leo Aquarius, Scorpio, Aries Leo Sagittarius, Cancer Pisces Scorpio, Taurus Virgo Capricorn, Aries Leo Sagittarius, Cancer Pisces Scorpio, Pisces, Aquarius Libra Gemini, Virgo Pisces, Aries Leo Sagittarius, Aquarius Libra Gemini. ഇത്രയുമാണ് സോഡിയക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇത് നിങ്ങളുടെ ഫിയർ മാത്രമാണ്. അതുകൊണ്ടാണ് മനസ്സ് ക്ലിയർ ആക്കാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. കാരണം നിങ്ങൾ മഞ്ഞ കണ്ണടയുടെ ഉള്ളിൽ കൂടിയാണ് നോക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിൻ്റെ സ്വഭാവം അറിയില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഭർത്താവിന് പൊതുവെ സംശയമായിരിക്കാം, അല്ലെങ്കിൽ ഭാര്യയെ പൊതുവെ സംശയമായിരിക്കാം. എന്തായാലും അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ബ്ലൂ സെലക്ട് ചെയ്തൊരു റീഡിങ് കഴിയാണ്. ഇനി ഞാൻ പോകാൻ പോകുന്ന ഗ്രീൻ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിലേക്കാണ്. ഗ്രീൻ സെലക്ട് ചെയ്തൊരു റീഡിങ്ങിന് ഓവറോൾ മെസ്സേജ്, ഓറക്കൽ മെസ്സേജ് എന്താണ്? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. ഡംറു ചേഞ്ച്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു ചേഞ്ച് ആസന്നമാകുന്നുണ്ട്. അതല്ലെങ്കിൽ ഒരു ചേഞ്ച് അത്യാവശ്യമാണ്. എന്നുവെച്ചാൽ ഒരു ചേഞ്ച് വരുന്നുണ്ട്. അത് നിങ്ങൾ റെസിസ്റ്റ് ചെയ്താലും വരാനുള്ളത് വരും, വഴി തങ്ങില്ല എന്നാണ് പറയുന്നത് കേട്ടോ. എന്തോ ഒരു കാര്യം, എന്തോ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഈ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു ചേഞ്ചാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് കേട്ടോ. നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ചേഞ്ച് വന്നേ തീരുള്ളൂ. ചിലപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് ആയിട്ട് ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് ആയിരിക്കണം ഇത്. നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? ഇത് കുറച്ച് കുഴപ്പം പിടിച്ചാണല്ലോ. ഇവിടെ ഡെവലുണ്ട്, 7 ഓഫ് സ്വേർഡ്സ് ഉണ്ട്, പിന്നെ 6 ഓഫ് സ്വേർഡ്സ് ഉണ്ട്. ഈ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ കൂടെ പോകാനാണ് ചാൻസ്. കാരണം ഇവിടെ ഭയങ്കര ഒബ്സെസ്ഡ് ആണ്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒബ്സെഷൻ കൂടുതലാണ്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന ചേഞ്ച്. ഈ നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകാൻ വഴിയുണ്ട്. ഇത് പക്ഷെ സ്നേഹമല്ല, ഒരു ഒബ്സെഷനാണിത്. ഇവർക്ക് പക്ഷെ മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഫിസിക്കൽ അട്രാക്ഷനാണ് രണ്ടുപേർക്കും. അതിന് വേണ്ടിയിട്ടുള്ള പ്യുവർലി അതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം നിങ്ങളുടെ ലൈഫിലേക്കും നിങ്ങളുടെ പേഴ്സൺ 2 വഞ്ചിയിൽ കാലി ചവിട്ടിയായിട്ടാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പേഴ്സൺ ഒരു ഇമ്മച്യൂർഡ് എനർജിയാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെച്യൂർഡാണ്. ഈ തേർഡ് പാർട്ടി ഒരു ഇമ്മച്യൂർഡ് എനർജിയാണ്. അധികം പ്രായമില്ലാത്ത, വിവാഹം കഴിക്കാത്ത ഒരാളാണ്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഭയങ്കര അട്രാക്ഷൻ, നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പൈസയുള്ള ആളാണ്. ഈ തേർഡ് പാർട്ടി പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കൂടെ നിൽക്കുന്നത്. അപ്പോൾ പേഴ്സൺ ഒരു സീക്രട്ടീവായിട്ടാണ് റിലേഷൻഷിപ്പ് വെക്കുന്നത്. നിങ്ങളറിയാതെയാണ് തേർഡ് പാർട്ടി അടുത്ത് പോകുന്നത്. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ നിങ്ങളുടെ കാര്യം അറിയായിരിക്കും. എന്ത് ചെയ്താലും തേർഡ് പാർട്ടിയുടേതായിട്ട് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആകണമെന്ന് നിങ്ങളുടെ പേഴ്സൺ വിചാരിച്ചിട്ടും അത് നടക്കുന്നില്ല. അപ്പോൾ എന്തായാലും തേർഡ് പാർട്ടിയായിട്ട് റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് ആഗ്രഹിക്കുന്നത്. തേർഡ് പാർട്ടി ഒരു സിംഗിൾ എനർജിയാണ്, സെൽഫ് സഫിഷ്യൻ്റ് ആണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കൂടെ നിങ്ങളുടെ പേഴ്സൺ ഇറങ്ങി പോകാനാണ്
വഴി. ഇവിടെ ഡെവിളാണ് വന്നിരിക്കുന്നത്, ഒബ്സെഷനാണ്, ഫിസിക്കൽ അട്രാക്ഷനാണ്, മെറ്റീരിയലിസ്റ്റിക് ആണ്, ഇവിടെ സ്നേഹമല്ല. ഓക്കെ, ഒരു വിവാഹം കഴിച്ച ആൾ, ആണായാലും പെണ്ണായാലും വിവാഹം കഴിച്ചവരാകുമ്പോൾ മക്കളൊക്കെ ഉള്ളവരാണ്. അവർ വേറൊരാളുടെ കൂടെ പോകുന്നത് അത് സ്നേഹത്തിന് വേണ്ടിയിട്ടാവുന്നത് വളരെ കുറവായിരിക്കും. വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം, പണം അല്ലെങ്കിൽ ശാരീരിക ആവശ്യങ്ങൾ അല്ലെങ്കിൽ ഒരു ടൈം പാസ്, ഒരു ബ്രേക്ക്, അത് അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുമായിട്ട് കുറച്ച് സീരിയസ് ആണ്. ഇതൊരു റിലേഷൻഷിപ്പായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. മാക്സിമം നിങ്ങൾ അറിയാതിരിക്കാനും നോക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയാണ്? ഡെവിൾ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ മെറ്റീരിയലിസ്റ്റിക് ആണ്, ഭയങ്കര സീക്രട്ടീവ് ആണ്, ഭയങ്കര കണ്ണിങ് ആണ്, ഫിസിക്കൽ റിക്വയർമെൻറ്റ്സ് ഭയങ്കര കൂടിയ ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എന്ന് വെച്ചാൽ എല്ലാത്തിലും മുമ്പിട്ട് ഇഷ്ടംപോലെ പണം ഉണ്ടാക്കണം. അപ്പോൾ ഇത്തിരി കോംപ്ലക്സ് ഉള്ള ആളായിരിക്കാം, ചിലപ്പോൾ ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉള്ള ആളായിരിക്കാം. അപ്പോൾ ഈ പേഴ്സൺ കുറേ റെസിസ്റ്റ് ചെയ്യാൻ നോക്കി തേർഡ് പാർട്ടിയോടുള്ള അട്രാക്ഷൻ, പക്ഷെ ഒരു രക്ഷയില്ല. അപ്പോൾ പേഴ്സൺ എന്തായാലും എന്തെങ്കിലും ആവട്ടെ ഇത് ചെയ്ത് മീൻസ് ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി നോക്കാം, അത് കഴിഞ്ഞിട്ടുള്ള കാര്യം പിന്നെ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ്. അപ്പോൾ ഇത് ഇഷ്ടംപോലെ വർക്കഹോളിക്കാണ് നിങ്ങളുടെ പേഴ്സൺ, കൂടുതലും ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, ഇമോഷണൽ ആയിട്ടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ് ആരുമായിട്ടില്ല, ചിലപ്പോൾ നിങ്ങളുമായിട്ടില്ല, കുട്ടികളായിട്ടില്ല, ഫ്രണ്ട്സ് ആയിട്ടില്ല, ആരോടുമില്ല. ഇമോഷൻ, കാരണം ഈ പേഴ്സൺ ഇമോഷൻ പേടിയാണ്. ഇമോഷണൽ ആയിക്കഴിഞ്ഞാൽ കൺട്രോൾ പോകും എന്നൊരു പേടി. അപ്പോൾ ഇമോഷൻ കാണിച്ചില്ലെങ്കിൽ ഈ പേഴ്സൻ്റെ ഇമോഷൻ നമുക്ക് അറിയാൻ പറ്റാത്ത കാര്യം ഈ പേഴ്സൻ്റെ കാര്യങ്ങൾ ഈ പേഴ്സൻ്റെ കൺട്രോളിൽ നിൽക്കും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. എല്ലാത്തിലും വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ. പിന്നെ ഇപ്പോൾ ഈ തേർഡ് പാർട്ടി ഇപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ് ലൈഫിൽ, കാര്യങ്ങൾ വിചാരിച്ച പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്, ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഒരു മുമ്പോട്ട് പോകാനുള്ള ഒരു ത്വരയുണ്ട് ഈ പേഴ്സണിൽ കേട്ടോ. മുമ്പോട്ട് പോയി തന്നെ ആകണം എന്നൊരു ചിന്ത ഈ നിങ്ങളുടെ പേഴ്സണിലുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കണം എന്ന് വിചാരിക്കുന്ന ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ പേഴ്സൺ. എന്ത് കാര്യം വിചാരിച്ചാലും നേടിയെടുക്കണം. അപ്പോൾ പെട്ടെന്ന് ബോറടിക്കുന്ന ആളാണ്. അപ്പോൾ എപ്പോഴും എക്സൈറ്റ്മെൻറ്റ് വേണം എന്ന് ഈ പേഴ്സൺ ആഗ്രഹമുണ്ട്, അഡ്വഞ്ചർ ആഗ്രഹം, പക്ഷെ അതെല്ലാം ഉള്ളിലടക്കി വെച്ചേക്കുന്ന ഒരാളാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ തേർഡ് പാർട്ടിയോടുള്ള ഈ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? ഓവറോൾ എനർജി ഡെവിൾ എനർജിയാണ് കണ്ടത്. തേർഡ് പാർട്ടിയോട് ശരിക്കും നിങ്ങളുടെ പേഴ്സണോട് ഉദ്ദേശം എന്താണ്? തേർഡ് പാർട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോകാൻ, തേർഡ് പാർട്ടിയെ ഉപേക്ഷിക്കും പേഴ്സൺ എപ്പോൾ? ഇതൊരു എംപററാണ്. അപ്പോൾ എംപറർ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ സ്വന്തം കയ്യിൽ നിൽക്കണം, എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ ഈ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് ഈ പേഴ്സൺ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇമോഷണൽ ഡിറ്റാച്ച്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുമായിട്ടുണ്ട് പേഴ്സണ്. നിങ്ങൾ തമ്മിലൊരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഇല്ല. അതുകൊണ്ടാണ് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് കയറാനാണ് പ്ലാൻ. അപ്പോൾ ഇതൊരു എംപററാണ്, ഭർത്താവാണ്, മക്കളുണ്ട് പേഴ്സണ്, എല്ലാത്തിനെയും അടക്കി ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ തേർഡ് പാർട്ടി കുറച്ച് ചെറിയ ഒരു പ്രായത്തിലുള്ള ഒരാളാണെങ്കിൽ ആ പേഴ്സണെ കൺട്രോൾ ചെയ്യാൻ ഈസി ആയിരിക്കുമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷനെ പുറകിലാക്കിയിട്ട് മുമ്പിലേക്ക് തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോകാനാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഫാദർ ഓഫ് കപ്സ് കുറച്ച് പ്രൊട്ടക്റ്റീവ് എനർജിയാണ് തേർഡ് പാർട്ടിയുടെ. തേർഡ് പാർട്ടി ചിലപ്പോൾ സിംഗിൾ ആയിരിക്കാം, ചിലപ്പോൾ ആരുമില്ലാത്ത ആളായിരിക്കാം. അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഈ പേഴ്സൺ ഒരു ദയുണ്ട്, അവരോട് ഒരു ഒരു ആരുമില്ലാത്തവരോട് സഹായിക്കുന്ന പോലത്തെ ഒരു മെൻറ്റാലിറ്റി ഉണ്ട്. പിന്നെ ഈ പേഴ്സണ് ഈ കൺട്രോൾ ചെയ്യാൻ പറ്റും തേർഡ് പാർട്ടി, കംപ്ലീറ്റ് ആയിട്ട് തേർഡ് പേഴ്സൻ്റെ കൺട്രോളിൽ വരും തേർഡ് പാർട്ടി. അതും ഒരു ഉദ്ദേശമുണ്ട്. അപ്പോൾ വളരെ പ്രൊട്ടക്റ്റീവാണ് തേർഡ് പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സൺ. പിന്നെ ഇവിടെ നമ്മൾ കണ്ട പോലെ തന്നെ 9 ഓഫ് കപ്സ് പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ 9 ഓഫ് കപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. പേഴ്സൺ ആഗ്രഹിച്ചത് എങ്ങനെയുള്ള ആളെയാണോ അങ്ങനെയുള്ള ആരാണ് തേർഡ് പാർട്ടി. അപ്പോൾ ഇവിടെ രണ്ട് രാജാക്കന്മാരുണ്ട്, കിങ് ഓഫ് കപ്സും ഉണ്ട്, കിങ് ഓഫ് പെൻറ്റക്കിൾസും ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ ലൈഫിൽ ചിലപ്പോൾ ആരെങ്കിലും ഉണ്ടാവാം, ചിലപ്പോൾ തേർഡ് പാർട്ടി സിംഗിൾ എനർജി ആയിരിക്കാം. ഇവിടെ നമ്മൾ ഒരു സിംഗിൾ എനർജി കണ്ടില്ല അല്ലേ? ഓക്കെ, ഞാൻ സിംഗിൾ എനർജി കണ്ടപ്പോൾ ഇവിടെയാണ് സിംഗിൾ എനർജി കണ്ടത്. 9 ഓഫ് പെൻറ്റക്കിൾസ്. 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറഞ്ഞാൽ സിംഗിൾ എനർജിയാണ്. എല്ലാം ഉണ്ട്, പണമുണ്ട്, പ്രതാപമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇവർ മാരീഡ് അല്ല. ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചത്, അല്ലെങ്കിൽ ഭാര്യ മരിച്ചത്, അല്ലെങ്കിൽ ഇതുവരെ കല്യാണം കഴിക്കാത്ത ആരോ ഒരാളാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹം. പക്ഷേ നിങ്ങളുടെ തേർഡ് പാർട്ടിക്ക് ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ഉണ്ട്.
അവരുടെ ചുറ്റും അവരെ വിവാഹം കഴിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കാൻ വേണ്ടി പലരും നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു വിക്ടറി ആഗ്രഹിക്കുന്നത്. ഇതൊരു ചാലഞ്ചാണ് നിങ്ങളുടെ പേഴ്സൺ. തേർഡ് പാർട്ടി ഒരു ചാലഞ്ചാണ് നിങ്ങളുടെ പേഴ്സൺ, മനസ്സിലാവുമ്പോൾ. അപ്പോൾ ആ ചാലഞ്ച് ആയിട്ട് ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ഫ്രണ്ട്സും എല്ലാം ഈ തേർഡ് പാർട്ടിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടാവും. പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഈ തേർഡ് പാർട്ടിയെ വേണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയോട് അട്രാക്ഷൻ ഉണ്ട്, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് തേർഡ് പാർട്ടിയായിട്ട് കാണിക്കുന്നത്. ഇവിടെ ഒരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ നിങ്ങളുടെ പേഴ്സണിന് കിട്ടുന്നുണ്ട്. നിങ്ങളായിട്ടൊരു ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നാണ് നിങ്ങളുടെ പേഴ്സൺ പറയുന്നത്. ഓക്കെ, അത് ആരാണ് ജനറൽ റീഡിംഗ് ആണ്. ആരും പേഴ്സണലായിട്ട് ശരിക്കും ഇത് റീഡിങ് കണ്ടിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോകരുത്. ഇത് ചിലപ്പോൾ കുറച്ചൊക്കെ നിങ്ങളുടെ പേഴ്സണൽ ഇതായിരിക്കും, മെജോറിറ്റി ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും റീഡിംഗ് ഒക്കെ ആയിരിക്കും, നമുക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. ഇത് എന്താണ് ഔട്ട്കം വരാൻ പോകുന്നത്? ഒരു 10 of Pentacles ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വെൽത്ത്, ഫിനാൻഷ്യൽ സെക്യൂരിറ്റി, ഫാമിലി, ലോങ് ടേം സക്സസ്. തേർഡ് പാർട്ടിയുടെ ഒരു ലോങ് ടേം സക്സസ് ആണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഒരു 10 of Pentacles. പിന്നെ ഒരു പ്ലാനിങ്, തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വീട്ടിൽ നിന്ന് പോയിട്ട് ട്രാവൽ പ്ലാൻസ് മീൻസ് തേർഡ് പാർട്ടിയായിട്ട് മുമ്പോട്ട് പോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടിയിട്ട്. ഹാർട്ട് ബ്രേക്ക് ഉണ്ട്. അപ്പോൾ ഫാമിലി ലൈഫിൽ ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിരുന്ന ഒരാളാണ്, ഹാപ്പി അല്ല, നിങ്ങളുമായിട്ടുള്ള ജീവിതത്തിൽ ഹാപ്പി അല്ല. ഇതിവിടെ ഒരുവിധം എല്ലാ രാജാക്കന്മാരും ഉണ്ട്. ഇവിടെ 10 of Pentacles King of Pentacles മാത്രം കാണുന്നില്ല. അല്ല, King of Pentacles ഉണ്ട്. 4 രാജാക്കന്മാരുണ്ട് ഇവിടെ. King of Wands, King of Pentacles, King of Cups, King of Wands. അല്ല സോറി, King of Swords. ഇല്ല, King of Swords കണ്ടില്ലല്ലോ. നമ്മളിവിടെ ആരെയും കണ്ടത് എംപററെയാണ് കണ്ടത്. ഓക്കെ, അപ്പോൾ King of Swords മാത്രമേ ഉള്ളൂ ഇല്ലാതെ ഉള്ളത്. അപ്പോൾ ഈ തേർഡ് പേഴ്സൻ്റെ ലൈഫിൽ ഇഷ്ടംപോലെ ആളുകളുണ്ട് കേട്ടോ. കിങ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്ലെയർ എനർജി ആണ്. പക്ഷേ അതൊരു 10 of Pentaclesലേക്ക് കൊണ്ടുപോകാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ പക്ഷേ അത് മിസ്റ്റീരിയസ് ആയിട്ട് വെക്കാനാണ്, നിങ്ങൾ അവസാനം വരെ നിങ്ങളെ അറിയിക്കാണ്ടിരിക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ നോക്കുന്നത്. എന്തായാലും തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് കംപ്ലീറ്റഡ് ആയിട്ട് പോയിട്ട് അവിടെ ഒരു 10 of Pentacles വേണമെന്നാണ് നിങ്ങൾ. ഇപ്പോൾ 10 of Pentacles 2 പ്രാവശ്യം കാണിക്കുന്നുണ്ട്. ഈ പേഴ്സണ് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ഹാപ്പി മാരീഡ് ലൈഫ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതൊരു ചിന്ന വീടായാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ അതാണ് പ്ലാൻ. ഇത് മെറ്റീരിയലിസ്റ്റിക് ആണ്, പ്യുവർലി മെറ്റീരിയലിസ്റ്റിക് ആണ്. പക്ഷേ ഇവിടെ 9 of Cups കണ്ടു. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയോട് ഭയങ്കര ഇഷ്ടമാണ്. തേർഡ് പാർട്ടിക്ക് ചിലപ്പോൾ ആ ഒരു ഉദ്ദേശം അല്ലായിരിക്കാം. ഇതിപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഉദ്ദേശമാണ് തേർഡ് പാർട്ടി ലൈഫിലേക്ക് പോകണം. നിങ്ങളുടെ പേഴ്സൺ വളരെ കാര്യങ്ങൾ സ്വയം ആലോചിച്ച് അങ്ങ് തീരുമാനിച്ചെടുത്തേക്കാണ്. തേർഡ് പാർട്ടി എന്താണ് ഫീൽ ചെയ്യുന്നത്, തേർഡ് പാർട്ടിക്ക് എന്താണ് ഉദ്ദേശം, ഇതൊന്നും നിങ്ങളുടെ പേഴ്സൺ അറിയില്ല. ഇത് നിങ്ങളുടെ പേഴ്സണൽ ഉദ്ദേശമാണ് തേർഡ് പാർട്ടിയോടുള്ളത്, മനസ്സിലാവുണ്ടോ? അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങളുടെ പേഴ്സൺ അവരുടെ കൂടെ പോയി അവരുടെ കൂടെ ജീവിക്കണം, മീൻസ് ഫ്യൂച്ചർ അങ്ങോട്ട് പോകണം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. പക്ഷേ തേർഡ് പാർട്ടി തീരുമാനിക്കുന്നതും കൂടി ആയിരിക്കുമല്ലോ. അതുകൊണ്ടാണ് ഇവർ തേർഡ് പാർട്ടിയെ കംപ്ലീറ്റ് ആയിട്ട് കൺട്രോൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കും. ഇതൊരു പ്ലെയർ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൺ. അപ്പോൾ പണ്ട് തൊട്ടേ ഇങ്ങനെ ഒരു സ്വഭാവമുള്ള ആളാണ്. എന്ത് നല്ലത് കണ്ടാലും എന്ത് ഇഷ്ടമുള്ളത് കണ്ടാലും സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ തേർഡ് പാർട്ടിയുടെ കയ്യിലാണ് സിറ്റുവേഷൻ. തേർഡ് പാർട്ടി ചിലപ്പോൾ വേണ്ടാന്ന് വയ്ക്കും, പറയാൻ പറ്റില്ലല്ലോ. തേർഡ് പാർട്ടിയുടെ ഉദ്ദേശം ചിലപ്പോൾ പണം മാത്രമായിരിക്കാം. എന്തായാലും നിങ്ങളുടെ പേഴ്സൺ ഭയങ്കര പ്ലാനിങ്ങിലാണ് നടക്കുന്നത്. എന്തായാലും Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Virgo, Pisces, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Aries, Pisces, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Leo, Cancer, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Leo, Capricorn, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. വല്ലാത്തൊരു റെഡിയാണ്. അപ്പോൾ അതാണ്, ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു ചേഞ്ചാണ് വരുന്നത് എന്നാണ് പറയുന്നത് ഓറക്കിൾ മെസ്സേജ്. അപ്പോൾ ഇനി നമുക്ക് റെഡ് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്ക് പോകാം. റെഡ് സെലക്ട് ചെയ്തവരുടെ അവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണെന്ന് നോക്കാം.
റെഡ് സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് ആയിരിക്കും. ഫ്ലൈയിങ് ഹനുമാൻ, ലോങ് ജേർണി, വലിയൊരു ഒരു ഒരു ജേർണി, ഒരു യാത്ര ഇവിടെ തുടങ്ങാൻ പോകണം നിങ്ങൾ. മൊമെൻറ്റസ് ജേർണി, വെദർ ഫിസിക്കൽ ഓർ സ്പിരിച്വൽ ലൈസ് അഹെഡ് ഓഫ് യു. ആ വലിയൊരു യാത്ര നിങ്ങളുടെ മുമ്പിലുണ്ട്. ചിലപ്പോൾ അതൊരു സ്പിരിച്വൽ ആയിരിക്കാം, അല്ലെങ്കിൽ ശരിക്കും നിങ്ങൾ യാത്ര പോകേണ്ടി വരാം. എംബ്രേസ് ദിസ് ഓപ്പർച്യൂണിറ്റി വിത്ത് റെഡിനെസ് ആൻഡ് എൻതൂസിയാസം. അപ്പോൾ എന്ത് തരം യാത്രയാണെങ്കിലും ഇതിനെ 2 കൈ നീട്ടി സ്വീകരിച്ച് ഇറങ്ങി പുറപ്പെടുക എന്നാണ് പറയുന്നത്. നമ്മളുടെ ഹനുമാൻ ദഹനത്തിന് സീതാദേവിയുടെ അടുത്തേക്ക് പോകുന്ന അതാണ് ഫ്ലൈയിങ് ഹനുമാൻ, അതാണ് കാര്യം. ഓക്കെ, അപ്പോൾ അതും ഒരു ചേഞ്ചാണ്. എല്ലാം ചേഞ്ചാണ്. യാത്രകളൊക്കെ നമ്മളുടെ ലൈഫിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഒരു വ്യത്യാസവും നമ്മൾ യാത്ര പോയിട്ടുണ്ടായില്ലെങ്കിൽ യാത്ര വ്യർത്ഥമാണെന്ന് അർത്ഥം. മനസ്സിലാണോ? നിങ്ങൾ തേർഡ് പാർട്ടിയും തമ്മിൽ നിങ്ങളുടെ പേഴ്സണൽ തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ പേഴ്സണും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഓവറോൾ എനർജി എന്താണ്? കുറേ വന്നിട്ടുണ്ട് കാർഡ്സ്, 3 കാർഡ്സ് വന്നിട്ടുണ്ട്, എടുക്കുകയാണ്. അപ്പോൾ ലവേഴ്സാണ് അവർ, സോൾമേറ്റ് കണക്ഷനാണ് അവർ. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ എക്സ് ആയിരിക്കാം, ഇവർ ഒരിക്കലും മാരീഡ് ആയിരുന്നു. അപ്പോൾ ഇവരുടെ ലൈഫ് എൻടാങ്കിൾഡ് ആണ്. ഇവർ സോൾമേറ്റ് കണക്ഷനാണ്, നിങ്ങളുടെ പേഴ്സണും നിങ്ങളുടെ തേർഡ് പാർട്ടിയും കേട്ടോ. അവരൊരിക്കൽ മാരീഡ് ആയിരുന്നു, ഇപ്പോൾ ചിലപ്പോൾ ഡിവോഴ്സ്ഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോഴും മാരീഡ് ആയിരിക്കാം, നിങ്ങൾ അറിയുന്നില്ലായിരിക്കാം. അപ്പോൾ ഈ വിവാഹ തട്ടിപ്പ് എന്നൊക്കെ പറയില്ല, അങ്ങനെ ചില സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം. ലവേഴ്സിനെ ക്ലാരിഫൈ ചെയ്യുന്നത് ഹാപ്പി അല്ല, പക്ഷേ മാരീഡ് ആണെങ്കിലും ഒരു സോൾമേറ്റ് കണക്ഷൻ ആണെങ്കിലും ഈ സോൾമേറ്റ് ഇവർ കർമ്മഫലം, ഒരു കാർമിക് സിറ്റുവേഷൻ ആണിത്. അപ്പോൾ കർമ്മഫലം കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ തേർഡ് പാർട്ടി നിൽക്കുന്നത്. അത് നിങ്ങളുടെ പേഴ്സണോ തേർഡ് പാർട്ടിക്ക് അത് വിട്ട് കളയാൻ പറ്റില്ല, അത്ര സ്ട്രോങ് ആണ്. പിന്നെ 4 ഓഫ് വാൻഡ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന വിക്ടറി, പിന്നെ ആ ഒരു ഓർമ്മ, ഈ ഒരു തേർഡ് പാർട്ടിയുടെ ഓർമ്മ നിങ്ങളുടെ പേഴ്സണെ വിടാതെ പിന്തുടരുകയാണ് കേട്ടോ. ചിലപ്പോൾ ഇപ്പോൾ തേർഡ് പാർട്ടിയായിട്ട് കണക്ഷൻ ഉണ്ടാവാം, അപ്പോൾ അതുകൊണ്ടായിരിക്കും തേർഡ് പാർട്ടിയെ കോൺടാക്റ്റ് ചെയ്യുന്നതും. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളാണ്. അപ്പോൾ ഡെസ്റ്റിനിയാണ് കാണിക്കുന്നത്. ഇത് ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരു ഡെസ്റ്റിനിയാണ്, അതിൽ സ്റ്റക്കാണ്. അപ്പോൾ സറണ്ടർ ചെയ്ത് കുറേ റെസിസ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ പേഴ്സൺ നോക്കിയെങ്കിലും ഇപ്പോൾ പേഴ്സൺ ഒരു ആക്ഷനും എടുക്കുന്നില്ല. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും ഇപ്പോൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല. ഇവരൊരിക്കൽ മാരീഡ് ആയിരുന്നു, ചിലപ്പോൾ ഇവർ ഡിവോഴ്സ്ഡ് അല്ലായിരിക്കാം. മനസ്സിലായോ? അപ്പോൾ ചിലപ്പോൾ ഒളിച്ചോടി പോകുന്നതായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. എന്തായാലും ഹാപ്പി അല്ലായിരുന്നു, ഹാപ്പി മാരീഡ് ലൈഫ് ആയിരുന്നില്ല അത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ സ്വഭാവം എങ്ങനെയാണ്? നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയുള്ള സ്വഭാവമുള്ള ആളാണ്? പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന ആളാണ്, ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ്, കുറേ നഷ്ടങ്ങൾ, പ്ലാനിങ് ഇല്ലാതെ ജീവിക്കുന്ന ഒരാളാണത്. മനസ്സിലായോ? ഈ പേഴ്സണ് പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഒരു ക്യാരക്ടറിൻ്റെ പ്ലാനിങ് ഇല്ലാതെന്ന് പറഞ്ഞത്, അത് ഞാൻ പറഞ്ഞത് തെറ്റാണ്, ഞാനത് റിവേഴ്സ് ആയിട്ടാണ് കണ്ടത്. പ്ലാനിങ് ഉള്ള ആളാണ് ഈ പേഴ്സൻ്റെ ക്യാരക്ടർ. എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പേഴ്സൺ എല്ലാം വളരെ പ്ലാനിങ്ങോട് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു അറേഞ്ച് മാരേജ് ആയിരിക്കാം, വീട്ടുകാരുടെ നിർബന്ധത്തിന് അനുസരിച്ച് കല്യാണം കഴിക്കേണ്ടി വന്നതായിരിക്കാം. അപ്പോൾ അതുകൊണ്ടാണ് പേഴ്സൺ അവിടെ നിന്ന് ഇറങ്ങി. കാരണം ഈ പേഴ്സണ് അതിനോട് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒട്ടും ഹാപ്പിനെസ് ഉണ്ടായിരുന്നില്ല.
നിങ്ങളുടെ പേഴ്സൺ. അതുകൊണ്ടാണ് പേഴ്സൺ ആ റിലേഷൻഷിപ്പ് ഉപേക്ഷിച്ച് മുമ്പോട്ട് പോയത്. അവിടെ ഡിവോഴ്സ് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, ഡിവോഴ്സ് നടന്നിട്ടില്ല, അവിടെ ലീഗൽ സിറ്റുവേഷൻ ആയിട്ടില്ല. മനസ്സിലായോ? പേഴ്സൺ ഒരു ഇടയ്ക്കിടയ്ക്ക് ഈ തേർഡ് പാർട്ടിയുടെ ചിന്ത, അവരോട് തെറ്റ് ചെയ്തു എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോകാനും ആഗ്രഹിക്കാത്ത ഒരാളാണ്. ഒരു ആക്ഷനും എടുക്കുന്നില്ല, തേർഡ് പാർട്ടിയുടെ സൈഡിലേക്കും ആക്ഷൻ എടുക്കുന്നില്ല, നിങ്ങളുടെതിലും ആക്ഷൻ എടുക്കുന്നില്ല. ഈ പേഴ്സൺ പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. കാരണം പെട്ടെന്ന് ഒരു എന്താ പറയുക, ഒരു എക്സാം ഉണ്ടെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞാൽ പ്രിപ്പയർ ചെയ്ത് എഴുതുന്ന നല്ല മാർക്ക് മേടിക്കുന്ന ആളാണ്. പക്ഷേ ഇൻസ്റ്റൻറ്റ് എക്സാം എന്ന് വെച്ചാൽ ഓക്കെ ഞാനൊരു പരീക്ഷ ഇടാൻ പോവുകയാണെന്ന് പറഞ്ഞ ടീച്ചർ വന്നു കഴിഞ്ഞാൽ അന്തം വിട്ട് നിൽക്കുന്ന ഒരാളാണ്. കാരണം പേഴ്സൺ പ്രിപ്പയർ ചെയ്തിട്ടില്ല, എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഈ പേഴ്സൻ്റെ. അപ്പോൾ പ്ലാനിങ് ഇല്ലാതെ എന്ത് ഈ പേഴ്സൻ്റെ കാര്യം ലൈഫിൽ നടന്നാലും അത് കുളവാകും. അപ്പോൾ ആ ഒരു സ്ട്രെസ് ഉണ്ട്. അങ്ങനെ പ്ലാനിങ് ഇല്ലാതെ നടക്കുന്ന കാര്യങ്ങൾ വലിയ തലവേദനയാവും പേഴ്സണ്. അതുപോലെ ചേഞ്ചിനെ ഒട്ടും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. വർഷങ്ങൾ ചിലപ്പോൾ ഈ പേഴ്സണ് ചെറുപ്പത്തിലെ ഉള്ള ഷർട്ടോ ചുരിദാറോ ഡ്രസ്സോ എന്തെങ്കിലുമൊക്കെ ഈ പേഴ്സൻ്റെ കയ്യിലുണ്ടാവും. അതൊരു കംഫർട്ടാണ് ഈ പേഴ്സൺ. മനസ്സിലായോ? പഴയ വർഷങ്ങളായിട്ട് കൂടെയുള്ള സാധനങ്ങളും ആളുകളെയും വിശ്വസിക്കുന്ന ഒരു ക്യാരക്ടറാണ്. പുതുമയെ അത്ര ആഗ്രഹിക്കാത്ത, ചേഞ്ചിനെ അത്രയും ആഗ്രഹിക്കാത്ത ഒരാളാണ് നിങ്ങളുടെ പേഴ്സൺ. വളരെ പ്ലാനിങ്ങോട് കൂടെ ജീവിക്കുന്ന ഒരാളാണ്. പെട്ടെന്നുള്ള സിറ്റുവേഷൻ തലവേദന ഉണ്ടാക്കും പേഴ്സൺ. ഭയങ്കര ആങ്സൈറ്റി പ്രശ്നം ഉണ്ടാവും പേഴ്സൺ. അപ്പോൾ എല്ലാം സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുന്ന ഒരാളാണ്. പക്ഷേ പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യുന്ന എന്തെങ്കിലും ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടെങ്കിൽ ഈ പേഴ്സണ് ടെൻഷനാവും. പേഴ്സൺ ഹാർഡ് വർക്ക് ചെയ്യും. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് ഈ പേഴ്സണ് ഏറ്റവും കൂടുതൽ ആഗ്രഹം. ഇഷ്ടംപോലെ പണം ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. കർമ്മഫലത്തിലൊക്കെ വിശ്വാസം ഉള്ളതുകൊണ്ടാണ്, അതൊരു തലവേദനയായിട്ട് മാറുന്നതുകൊണ്ടാണ് ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഈ പേഴ്സണ് മീൻസ് പേഴ്സണൽ ലൈഫിൽ നിന്ന് പോകാത്തത്. തേർഡ് പാർട്ടിയുടെ ലൈഫ് എങ്ങനെയാണ് പോകണമെന്ന് ഈ പേഴ്സൺ ശ്രദ്ധിക്കുന്നുണ്ടാവാം. എൻ്റെ ഒരു ഫ്രണ്ട്, ആ പേഴ്സൺ അച്ഛൻ്റെ ഇഷ്ടത്തിനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അപ്പോൾ ഈ പേഴ്സൺ ആണാണിവൻ. അവന് പെണ്ണുങ്ങൾ സാരി ഉടുക്കുന്നത് ഇഷ്ടമല്ല. വേറെ ഡ്രസ്സുകൾ വെസ്റ്റേൺ ഡ്രസ്സ് എന്ത് വേണമെങ്കിലും സാരി എടുക്കണ്ട, ഇഷ്ടമല്ല. അപ്പോൾ ആ പെൺകുട്ടി ഇവൻ പെണ്ണ് കാണാൻ ചെന്നപ്പോൾ സാരി ഉടുത്തിട്ടാണ് വന്നത്. ആ ഒരൊറ്റ ഇതിൽ അവൻ ആ പെണ്ണിനെ ഇഷ്ടമില്ലാണ്ടായി. ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് ഞാൻ പറഞ്ഞത്. ആ പെൺകുട്ടിയുടെ ജീവിതം പോയി. കാരണം ഇവൻ്റെ അച്ഛൻ പറഞ്ഞതനുസരിച്ച് ആ പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. അത് കഴിഞ്ഞ് ഒറ്റ ദിവസം പോലും ആ പെൺകുട്ടിയുടെ കൂടെ അവൻ ജീവിച്ചില്ല. അവൻ അപ്പം തന്നെ ഇറങ്ങി, ബാഗ് എടുത്ത് ഇറങ്ങി. അവൻ ബാംഗ്ലൂർ പോയി അവിടെ സെറ്റിൽ ചെയ്തു. അത് കഴിഞ്ഞ് അവൻ കല്യാണമൊന്നും കഴിച്ചില്ല. പക്ഷേ അവനൊരു നല്ല കാര്യം ചെയ്തു. അവൻ ആ പെൺകുട്ടിക്ക് ഒരു ബ്യൂട്ടി പാർലർ ഇട്ട് കൊടുത്തു. മനസ്സിലായോ? അവള് സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടി. കാരണം അവളും വേറെ കല്യാണം കഴിച്ചില്ല, ഇവർ തമ്മിൽ ഡിവോഴ്സും നടന്നില്ല. മനസ്സിലായോ? അങ്ങനെ ചില ആൾക്കാരുണ്ട്. പക്ഷെ അവൻ എപ്പോഴും ആ പെൺകുട്ടിയുടെ കാര്യത്തിൽ ഒരു കണ്ണുണ്ടായിരുന്നു, ചില നോട്ടം ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൾക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള ബ്യൂട്ടി പാർലറിൽ അവളെ പഠിപ്പിച്ച് ബ്യൂട്ടീഷ്യനൊക്കെ ആക്കി അങ്ങനെയൊക്കെ ചെയ്ത് കൊടുത്തു. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. പക്ഷേ ആ തേർഡ് പാർട്ടിയോടുള്ള ഒരു കടപ്പാട് അല്ലെങ്കിൽ ഒരു ഗിൽറ്റി കോൺഷ്യസ് ഇവൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. അതുപോലത്തെ ഒരു ഗിൽറ്റി കോൺഷ്യസ് നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിലും ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിയോടുള്ള ഉദ്ദേശം എന്താണ് നിങ്ങളുടെ പേഴ്സൺ? അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടി എന്ന് പറഞ്ഞാൽ പേഴ്സൻ്റെ വൈഫായിരുന്നു അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിരുന്നു ഒരിക്കൽ. മനസ്സിലായി? ഉദ്ദേശം ഈ ഒരു ഓവർ തിങ്കിങ് ആണ് നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളുടെ പേഴ്സണിൽ ആ തേർഡ് പാർട്ടി ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി വേണം. എന്നിട്ട് അവരെ വേറെ ആരെങ്കിലും വിവാഹം കഴിക്കണം, അവർ വേറെ ആരുടെയെങ്കിലും ലൈഫിലേക്ക് പോകണമെന്നാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. പക്ഷെ നിങ്ങളുടെ പേഴ്സണെ ഓർത്താണ് തേർഡ് പാർട്ടി നിൽക്കുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തലവേദന. അതാണ് നിങ്ങളുടെ പേഴ്സൺ ഒരു ബാലൻസ് ഇല്ലാത്തത്. എന്ന് വെച്ചാൽ ഒരു ഭയങ്കര തലവേദനയായിട്ട് മാറണം. ഈ പേഴ്സണ് വേറെ ആരെയും വിവാഹം കഴിക്കാനും പറ്റില്ല, കാരണം ഗിൽറ്റി കോൺഷ്യസ് ആണ്. മനസ്സിലായോ? അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് കപ്സിനെ ക്ലാരിഫൈ ചെയ്യുന്ന ജസ്റ്റിസ്. ഇവിടെ ജസ്റ്റിസ് ചെയ്തിട്ടില്ല എന്നൊരു ചിന്ത നിങ്ങളുടെ പേഴ്സൺ ഉണ്ട്. അപ്പോൾ തേർഡ് പാർട്ടിക്ക് ഒരു ഓഫർ കൊടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അവരോട് എന്തോ തെറ്റ് ചെയ്തു എന്നൊരു ബോധമുണ്ട്, ഒരു ഗിൽറ്റി കോൺഷ്യസ് ഉണ്ട്. അപ്പോൾ അത് ശരിയാക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷേ അവരുടെ ലൈഫിലേക്ക് തിരിച്ചു പോകാൻ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് ഇത് പേഴ്സൺ സോൾവ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ സിറ്റുവേഷൻ എങ്ങനെ സോൾവ് ചെയ്യും? തേർഡ് പാർട്ടിയോടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പോകുന്നത്? 10 of Pentacles. ഇവരെ മിക്കവാറും വിവാഹം കഴിപ്പിച്ച് അയക്കാനാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വേറെ ആരെങ്കിലുമായിട്ട് നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു പോകുമോ? ഒരു ഗിൽറ്റി കോൺഷ്യസ് ഒക്കെ കാണിക്കുന്നുണ്ട്. 10 of Pentacles എന്ന് പറഞ്ഞാൽ നല്ലൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് 10 of Pentacles.
അതാണ് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ലൈഫിലേക്ക് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. അവർക്ക് നല്ലൊരു ജീവിതം കൊടുക്കണമെന്നാണ്. കാരണം അവരെ മറക്കാൻ പറ്റുന്നില്ല, അവരോട് നീതി ചെയ്തില്ല എന്നൊരു ചിന്തയുണ്ട്. അവരുടെ ഡിവോഴ്സ് നടന്നിട്ടില്ല. ഈ പേഴ്സൺ അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ പിന്നെയും പേജ് ഓഫ് കപ്സ് വരുന്നതാണ്. ഒരു ക്ഷമാപണം നടത്തണം അവരോട്. പക്ഷേ എന്നിട്ട് അവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. കാരണം തേർഡ് പാർട്ടി ഇപ്പോഴും അൺമാരീഡ് ആണ്, തേർഡ് പാർട്ടി ലൈഫിൽ ആരുമില്ല. അപ്പോൾ പക്ഷേ നിങ്ങളുടെ പേഴ്സൺ അത് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്, മാക്സിമം റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാരണം മനസ്സുകൊണ്ട് ഇവരെ ഇഷ്ടമല്ല, ഗിൽറ്റി കോൺഷ്യസ് കൊണ്ട് മാത്രമാണ് ഇവർക്കൊരു ലൈഫ് കൊടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഭയങ്കര ഗിൽറ്റിയാണ് നിങ്ങളുടെ പേഴ്സൺ. കാരണം ചിലപ്പോൾ അറിയാത്ത പ്രായത്തിലായിരിക്കും ഇതെല്ലാം നടന്നത്, എതിർക്കാൻ പറ്റാണ്ട് കല്യാണം കഴിച്ചതായിരിക്കാം. നിങ്ങളുടെ പേഴ്സൺ സ്ത്രീയോ പുരുഷനോ ആരോ ആയാലും ഈ തേർഡ് പാർട്ടിക്ക് ഒരു ജീവിതം കണ്ടെത്തിയാലേ നിങ്ങളുടെ പേഴ്സൻ്റെ മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. ആരുമായിട്ടും ഒരു കണക്ഷൻ വന്നില്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തന്നെ ആ തേർഡ് പാർട്ടി പേഴ്സൻ്റെ ലൈഫിലേക്ക് കൂട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് യാത്ര എന്ന് പറഞ്ഞത്. വലിയൊരു ജേണിയാണ്. അപ്പോൾ ഈ ജേണി നിങ്ങളെ എന്താണ് പറയുന്നത്? അപ്പോൾ ഇത് ചിലപ്പോൾ നിങ്ങളെ ഒരു സ്പിരിച്വൽ ജേണിയിലേക്ക് പോകേണ്ടി വരും, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോകേണ്ടി വരും. നിങ്ങളുടെ ഫ്യൂച്ചർ എന്താണെന്ന് അന്വേഷിച്ച് നിങ്ങളൊരു യാത്ര പോകേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ മീൻസ് മനസ്സ് ശുദ്ധാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഭയങ്കര സങ്കടമാണ്. ഇത് നിങ്ങളുടെ എനർജിയാണോ തേർഡ് പാർട്ടിയുടെ നിങ്ങളുടെ പേഴ്സണൽ എനർജിയാണോ എന്നറിയില്ല. എന്തായാലും നിങ്ങൾ മനസ്സിന് കരുത്ത് വരാൻ വേണ്ടി ചിലപ്പോൾ മൂകാംബിക ക്ഷേത്രം അങ്ങനെ തീർത്ഥാടനത്തിന് നമ്മൾ പോകുമല്ലോ. അത് പ്രായമാവണമെന്നൊന്നുമില്ല, മനസ്സിനൊരു സമാധാനമില്ല, ഞാനൊരു അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. അപ്പോൾ ഒരു ജേണിയാണ്, ഒരു കാര്യം നടക്കാനുള്ള. ചിലപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതിൻ്റെ ഒരു ഇതറിയാൻ വേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഒരു പ്രശ്നം വെച്ച് നോക്കാനോ ഏതെങ്കിലും കണിയാനെ കാണാനോ ആരെങ്കിലുമൊക്കെ കാണാൻ നിങ്ങൾ യാത്ര പോകേണ്ടി വരുമായിരിക്കും, ദൂരെയുള്ള ഒരാളെ. ഇതിനൊരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടോ, എൻ്റെ പേഴ്സൺ എനിക്ക് തിരിച്ചു കിട്ടാൻ വല്ല സൊല്യൂഷൻ ഉണ്ടോ എന്നൊക്കെ ആലോചിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും അന്വേഷിച്ച് നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയെ പോയി കണ്ടിട്ട് ഇവിടെ എന്തെങ്കിലും സൊല്യൂഷൻ നടത്തിയെടുക്കാൻ പറ്റുമോ എന്ന് അന്വേഷിക്കാൻ ഇടവുണ്ട്. കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണം, മനസ്സിലായോ? അപ്പോൾ തേർഡ് പാർട്ടി എന്തെങ്കിലും ഒരു വഴിക്ക് ആയാലേ നിങ്ങളുടെ പേഴ്സണ് മനസ്സമാധാനം ഉള്ളൂ, നിങ്ങൾക്കൊരു മനസ്സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾ തേർഡ് പാർട്ടിയെ അന്വേഷിച്ച് പോകാനാണ് ചാൻസ്. അവരോട് പോയി നേരിട്ട് സംസാരിച്ചിരുന്നെങ്കിലും വഴിയുണ്ടോ, എന്തെങ്കിലും ഒരു പോംവഴിയുണ്ടോ എന്ന് അന്വേഷിക്കാനായിരിക്കും നിങ്ങൾ പോകുന്നത്. എന്തായാലും നിങ്ങൾ യാത്ര പോകാൻ പോകുന്നുണ്ട് കേട്ടോ. Aries, Leo, Sagittarius, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Libra, Sagittarius, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Scorpio, Taurus, Virgo, Capricorn, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Aries, Leo, Sagittarius, Scorpio, Aquarius, Libra, Gemini, Taurus, Virgo, Capricorn, Aquarius, Libra, Gemini, Pisces, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Aries, Leo, Sagittarius, Leo, Gemini, Cancer, Taurus, Aries, Leo, Sagittarius, Taurus, Leo, Aquarius, Scorpio. ഇത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. ഇതോടുകൂടി ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്ത റീഡിങ്ങിൽ കാണാം. ബൈ ബൈ.